പുതിയതായി ഇറങ്ങാൻ പോകുന്ന ഒരു മലയാള സിനിമയിലേക്ക് ഗായകരെ ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഇവിടെ പാടാനെത്തിയിരിക്കുന്നതോ നമ്മുടെ രാഷ്ട്രീയ പ്രമുഖരാണ്. ആദ്യമായി നമുക്ക് നമ്മളുടെ പ്രതിപക്ഷ നേതാവ് പാടുന്ന ഒന്ന് കേൾക്കാം. വളരെ വ്യക്തവും ശക്തവുമായി പറയുകയാണെങ്കിൽ ഞാനൊരു അടിച്ചുപൊളി പാട്ട് പാടാം, ആരും ഞെട്ടരുത്. മധുമൊഴിരേ നിന്നെ തേടി സരിഗരിഗമ സരിഗരിഗമ ഗമ പദനി മ പദ പദനി മ പദ പദനി സനി 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 മഗരി സരി സരി ഗസ മഗരി സരി സരി ഗസ മഗരി സരി സരി ഗസ. എങ്ങനെയുണ്ട്? അടുത്ത ഇവിടെ പാടാനെത്തിയിരിക്കുന്നത് നമ്മളുടെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ പാട്ടൊന്ന് കേൾക്കാം. തേങ്ങുമീ കാറ്റ് ഞാനല്ലേ സരിതേ നീയാരോ, ദേവസംഗീതം ഞാനല്ലേ ശാലു നീയാരോ, യാരുമില്ലാത്ത ജന്മങ്ങൾ തീരുമോദാഹമീ മണ്ണിൽ, നിന്നോർമ്മയിൽ ഞാനേകനായി, നിന്നോർമ്മയിൽ ഞാനേകനായി, തേങ്ങുമീ കാറ്റു ഞാനല്ലേ ശാലൂരിയാരു. അടുത്ത ഇവിടെ പാടാനെത്തിയിരിക്കുന്നത് നമ്മളുടെ മുരളീധരൻ സാറാണ്. അദ്ദേഹത്തിന്റെ പാട്ടൊന്ന് കേൾക്കാം. ഞാനിവിടെ പാടാൻ പോകുന്നു വെച്ചാൽ വളരെ നല്ലൊരു പാട്ടാണ്, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താപഹാരി മുരാരേ, ദ്വാപരചന്ദ്രിക ചർജിതമാമെന്റെ ദ്വാരകാപുരിയെ വീടേ, പീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടി പൈക്കളുമേ വീടേ. അടുത്തവിടെ പാടാനെത്തിയിരിക്കുന്നത് നമ്മളെ കേന്ദ്രമന്ത്രിയാണ് ആന്റണി സാറിന്റെ പാട്ടൊന്ന് നമുക്കൊന്ന് കേൾക്കാം. വളരെ വ്യക്തവും ശക്തി പറയുകയാണെങ്കിൽ ഇതൊന്നും ഒരു പാട്ടയല്ല. പാട്ടെന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ അനുസരിച്ച് പാടുന്ന പാട്ടാണ് യഥാർത്ഥ പാട്ടെന്ന് പറഞ്ഞാൽ. ഉദാഹരണത്തിന് ഒരു ചെറുക്കൻ്റെ തന്ത അവൻ്റെ അടുത്ത് പറയുകയാണ് പോയി ഒരു ഞാന എടുത്തിട്ട് വരാനായിട്ട്. അപ്പോഴാണെങ്കിൽ അവൻ ഞാന എടുത്തുകൊണ്ട് വരുന്നു, തന്തയുടെ കയ്യിലേക്ക് ഞാന കൊടുത്തിട്ട് പാടുന്ന പാട്ടാണ് ഞാനിവിടെ പാടാൻ പോകുന്നത്. ഇതിലാര് ജയിക്കും എന്ന് പറയേണ്ടത് നിങ്ങളാണ്.